ജിന്നിൻ്റെ പെണ്ണ് ഭാഗം 44. അവതരണം അപര. മെഹ്റു, മോളെ കണ്ണു തുറക്കും മോളെ. ബോധം മറഞ്ഞ് മേഫിയുടെ മടിയിൽ കിടക്കുന്ന മെഹ്റുവിനെ കുലുക്കി വിളിക്കുന്ന മേഫിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളുടെ ആ അവസ്ഥ കണ്ടിട്ടും ചുറ്റും നിന്ന മുഖങ്ങളിൽ പരിഹാസം നിറഞ്ഞു നിന്നതല്ലാതെ ആരും അവരെ മൈൻഡ് ചെയ്തില്ല. വാടിയ താമരത്തണ്ട് പോലെ മേഫിയുടെ കൈകളിൽ തളർന്നു കിടക്കുന്ന അവളെ കണ്ടതും അവൻ്റെ നെഞ്ച് തകർന്നുപോയി. താഴെ കിടന്ന മെഹ്റുവിനെ കൈകളിൽ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് ഷെറീനയ്ക്കും ബാക്കിയുള്ളവർക്കും നേരെ കത്തുന്നൊരു നോട്ടം എറിഞ്ഞതും ഷെറീന താഴേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. കവിളിൽ കൈ ചേർത്ത് പകപ്പോടെ നോക്കിയ ഷെറീന കാണുന്നത് കൈ കുടയുന്ന ഇൻഷയെയാണ്. ഇൻഷയെ കണ്ടതും ഷെറീന ചീറിക്കൊണ്ട് എഴുന്നേറ്റു. മാഡം എന്തിനാണ് കാരണമില്ലാതെ എന്നെ തല്ലിയത്? ഞാൻ ആയതുകൊണ്ട് തല്ലിൽ നിർത്തി. മേഫിയോ റിച്ചുവോ ആയിരുന്നെങ്കിൽ നിന്നെ കൊന്നേനെ. കേട്ടോടി പുല്ലേ. ഓഹോ, അപ്പോൾ റോഷൻ സാറ് മാത്രമല്ല സമാൻ സാറും ഉണ്ടോ ഇവളുടെ കെണിയിൽ? എനിക്ക് മനസ്സിലാവാത്തത് അവർക്ക് ഇവളോടുള്ള താല്പര്യം നമുക്ക് മനസ്സിലാവും, പക്ഷെ പെണ്ണായ മാഡത്തിന് എന്തിനാ ഇവളോട് ഇത്ര സോഫ്റ്റ് കോർണർ എന്ന് ഞങ്ങൾക്ക് കൂടി വ്യക്തമാക്കി തരാമോ ഇൻഷ മാഡം? ടപ്പേ. അടുത്തടി മേഫിയുടെ വകയായിരുന്നു അവൾക്ക്. മാളിയേക്കല്ല ആൺകുട്ടികൾ പെൺകുട്ടികളെ തല്ലാറില്ല. ഇതിപ്പം നീ ചോദിച്ചു വാങ്ങിയതാണ്. ഇനി ആർക്കേലും എന്തേലും സംശയമുണ്ടേ ഇപ്പം ചോദിക്കാം, ഈ നിമിഷം. ഇതിനപ്പുറം ഒരു നോട്ടം കൊണ്ടെങ്കിലും ആരെങ്കിലും ഇവളെ വേദനിപ്പിച്ച ഈ മേഫിയുടെ വേറൊരു മുഖം കാണും നിങ്ങൾ മുതലാളിമാർക്ക് എന്തു തോന്നിവാസം കാണിക്കാം. അത് ചോദിക്കാൻ വന്നാൽ സൂരജ് സാറിനെ പോലെ ഞങ്ങളെ പിരിച്ചുവിടുമോ? എങ്കിൽ കേട്ടോ, മുതലാളിത്ത വ്യവസ്ഥയൊക്കെ മണ്ണടിഞ്ഞു പോയിട്ട് കാലങ്ങളായി സാറുമാരെ. ഞങ്ങൾക്കും ചോദിക്കാൻ സംഘടനകളൊക്കെ ഉണ്ട്. എന്തോ പറയാൻ വന്ന മേഫി ഇൻഷ തടഞ്ഞു. മേഫി, ഇതിനൊക്കെ മറുപടി പറയാനുള്ളവൻ വന്ന് പറഞ്ഞോളൂ. ഇപ്പം നമുക്ക് ഇവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം, വേഗം വന്നേ. എന്തോ പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് മേഫി മെഹ്റൂനെ നെഞ്ചോട് ചേർന്ന് പാർക്കിങ്ങിലേക്ക് ഓടി. മേഫിയുടെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന മെഹ്റൂനെ കണ്ടതും ഷെറീനയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ തറയിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. മാഡം, നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. കവിള് വേദനിക്കുന്നുണ്ടോ? വിരലുകൾ പതിഞ്ഞു കിടക്കുന്ന അവളുടെ കവിൾത്തടം നോക്കി എല്ലാവരും ചോദിച്ചു. എന്നാൽ ആ വേദനയ്ക്കും അപ്പുറം അവളെ തളർത്തിയത് മേഫിയുടെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന മെഹ്റൂവിൻ്റെ മുഖമായിരുന്നു. കവിൾത്തടത്തിലേക്ക് ഒലിച്ചിറങ്ങിയ കണ്ണീർ പോലും തുടയ്ക്കാതെ ഇരുന്നവളുടെ ഉള്ളിലേക്ക് പെയ്തിറങ്ങിയത് മേഫിയുടെ ഓർമ്മകളായിരുന്നു. പ്രൊജക്ട് മാനേജറായി ജോയിൻ ചെയ്ത് തുടങ്ങിയിടയ്ക്ക് റോഷൻ സാറിൽ നിന്ന് വഴക്ക് കേൾക്കുക പതിവായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായിരുന്നു മേഫി. എന്ത് സംശയവും ഏത് സമയത്തും ചോദിക്കാം. വളരെ സമാധാനത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ അവനോളം കഴിവ് വേറെ ആരിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സംശയങ്ങളുടെ നീണ്ട നിരയുമായി മേഫിയുടെ ക്യാബിനിൽ കയറിയിറങ്ങുക പതിവായി. അതിനിടയ്ക്ക് എപ്പോഴോ അനുവാദം പോലും ചോദിക്കാതെ ഇടിച്ചു കയറി നെഞ്ചിൽ കൂടിയിരുന്നതാണ്. അവൻ്റെ കൂടെ സംസാരിക്കാൻ വേണ്ടി മാത്രം ഇല്ലാത്ത സംശയങ്ങളുമായി ക്യാബിനിൽ കയറിയിറങ്ങുക പതിവായി. പലപ്പോഴും ഇഷ്ടം അറിയിക്കാൻ അവൻ്റെ മുന്നിൽ ചെന്നെങ്കിലും തുറന്നു പറയാൻ കഴിയാതെ മടങ്ങി പോവുകയായിരുന്നു പതിവ്. പക്ഷെ അവനോടുള്ള ഇഷ്ടം ആത്മാർത്ഥമായിരുന്നു. അവനാണ് ഇപ്പം മറ്റൊരു കുട്ടിക്ക് വേണ്ടി ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് തല്ലിയത്. ഓർക്കും തോറും അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യാതെ എങ്ങനെയോ എഴുന്നേറ്റ് ക്യാബിനിലെത്തി സിസ്റ്റം ഓൺ ചെയ്ത് അതിനു മുന്നിൽ ഇരുന്നപ്പോൾ ചെയ്തു തീർക്കാനുള്ള ജോലികളുടെ നീണ്ട ലിസ്റ്റ് വന്നു. ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് തന്നെ സങ്കടങ്ങളെ ഒതുക്കി വെച്ച് അവൾ ജോലിയിലേക്ക് തിരിഞ്ഞു. ആൽഫ ഗ്രൂപ്പുമായുള്ള കമ്പനി പ്രൊജക്റ്റ് ഫയലിൽ റോഷൻ്റെ സൈൻ അത്യാവശ്യമായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ കുറേ നേരം ആലോചിച്ചിരുന്നിട്ട് അവൾ ഫോൺ എടുത്ത് റിച്ചുവിനെ വിളിച്ചു. എയർപോർട്ട് റോഡ് തിരിഞ്ഞ് അനന്തപുരി ഹോസ്പിറ്റലിൽ മേഫിയുടെ കാറ് ചെന്ന് നിന്നതും അറ്റൻഡർ സ്ട്രക്ചറുമായി ഓടിയെത്തി മെഹ്റൂനെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചിരുന്നു. ഡോക്ടർ വന്ന് നോക്കിയതിനു ശേഷം മേഫിയോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, പെട്ടെന്ന് BP ഹൈ ആയതാണ്, ഒരു ഡ്രിപ്പ് ഇട്ടിട്ടുണ്ട്, അത് കഴിയുമ്പോഴേക്കും പോകാം. പിന്നെ ആൾക്ക് എന്തോ നല്ല ടെൻഷൻ എന്ന് തോന്നുന്നു. മൈൻഡ് കൂടി ഫ്രീ ആയാൽ പിന്നെ പ്രശ്നമില്ല. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് ചെല്ലൂ, ഡ്രിപ്പ് കഴിഞ്ഞു കാണും. ഇൻഷയും മേഫിയും എത്തുമ്പോൾ മെഹ്റു കണ്ണു തുറന്ന് കിടക്കുകയായിരുന്നു. അവളുടെ മുഖത്തെ വിരൽപ്പാടുകൾ കാണും തോറും അവന് ഷെറീനയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അത് മനസ്സിലാക്കിയെന്ന വണ്ണം അവൾ മേഫിയെ നോക്കി ചിരിച്ചു. ഡൈക്ക, നീ ആ ഷെറീനയെ കൊന്നോ അതോ ജീവനുണ്ടോ? എനിക്ക് അവസരം കിട്ടും മുന്നേ നിന്റെ നാത്തൂൻ്റെ ഒരു മിന്നൽ പ്രകടനം ഉണ്ടായിരുന്നു. അവളുടെ ഉരുക്ക് കൈകൊണ്ട് അടിച്ചിട്ട് അവളുടെ 2 പല്ലുകൾ പറഞ്ഞു പോയെന്നാണ് കേട്ടത്. മേഫി ചിരിച്ചുകൊണ്ട് ഇൻഷയെ കളിയാക്കി. അത് കേട്ട് മുഖവും വീർപ്പിച്ചിരിക്കുന്ന ഇൻഷയെ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടേയിരുന്നു. അവരുടെ തമാശയും ചിരിയും മെഹ്റൂവിൻ്റെ ഉള്ളിലെ ടെൻഷൻ കുറച്ചു. അവർക്കൊപ്പം അവളും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയതും ഇൻഷയും മേഫിയും കൈയുടെ തള്ളവിരൽ ഉയർത്തി അവരുടെ ശ്രമം വിജയിച്ചതിൻ്റെ സന്തോഷം പങ്കുവച്ചു. തിരിച്ചു വീട്ടിലേക്കുള്ള യാത്രയിൽ
മെഹറു ഇന്നത്തെ സംഭവമൊന്നും റിച്ചു അറിയരുത് എന്ന് രണ്ടാളോടും പറഞ്ഞു. പക്ഷേ ആദ്യം തന്നെ റിച്ചുവിനെ വിവരങ്ങൾ അറിയിച്ച് മേഫിയും ഇൻഷയും മൗനത്തെ കൂട്ടുപിടിച്ച് നെഹ്റുവിനെ വീട്ടിലാക്കിയിട്ട് ഇൻഷായും മേഫിയും തിരികെ പോയി. മുഖത്തേക്ക് ഒരു ഇളം ചൂടുള്ള നനവ് തട്ടിയപ്പോഴാണ് മെഹറു കണ്ണു തുറന്നത്. അരികിൽ തൻ്റെ കവിളിൽ കൈ ചേർത്ത് നിറഞ്ഞ മിഴികളോടെ ഇരിക്കുന്ന റിച്ചുവിനെ കണ്ടതും അവൾ എഴുന്നേറ്റ് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. വേദനയുണ്ടോ മെഹറു നിനക്ക്? ഉണ്ടായിരുന്നു, ഇപ്പം മാറി. ഇപ്പോഴാണ് കറക്റ്റ് മരുന്ന് കിട്ടിയത്. റിച്ചുവിൻ്റെ സങ്കടം മാറ്റാനാണ് അവൾ അങ്ങനെ പറഞ്ഞതെങ്കിലും ആ വാക്കുകളിലെ കുറുമ്പും കുസൃതിയും വേർതിരിച്ചെടുക്കാൻ ഉള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു അവൻ. ഞാൻ കാരണമല്ലേ നിനക്കിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? നേരത്തെ തന്നെ എല്ലാവരെയും അറിയിക്കണമായിരുന്നു. അന്ന് സൂരജിൻ്റെ പ്രശ്നം വന്നപ്പോൾ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മെഹറു, എല്ലാവരോടും പറയുമെന്ന്. നീയല്ലേ അതിനൊന്നും സമ്മതിക്കാതിരുന്നത്. എന്നിട്ടിപ്പോൾ ഇങ്ങനൊരവസ്ഥ വന്നില്ലേ? അതൊന്നും സാരമില്ലിക്കാ. പെട്ടെന്ന് ഇതൊക്കെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ടെൻഷനായി, എന്ത് സത്യമാണ്. പക്ഷേ ഇതൊക്കെ ഒരു രസമല്ലേ? ഇന്ന് പരിഹസിച്ചവരുടെയും കല്ലെറിഞ്ഞവരുടെയും മുൻപിൽ നാളെ എൻ്റെ കെട്ടിയവൻ്റെ കൈ പിടിച്ച് തല ഉയർത്തി ചെന്ന് നിൽക്കണം എനിക്ക്. ആ സന്തോഷമുള്ള നിമിഷത്തിന് മുന്നേയുള്ള ഒരിറ്റ വേദന അത് ഞാനങ്ങ് സഹിച്ചോളാം. പക്ഷെ അവളില്ല, ആ ഷെറീന. അവൾക്ക് സദ്യക്കുള്ള ഇല ഞാൻ വെട്ടിവെച്ചിട്ടുണ്ട്. എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ച് അവൾക്ക് 4 തരം പായസം കുത്തിയൊരു കിഡിലൻ സദ്യ. അതൊന്നും വേണ്ടേക്കും. ചെയ്യുന്ന ജോലിയിൽ അവളോളം ആത്മാർത്ഥത നമ്മുടെ മറ്റൊരു സ്റ്റാഫിനും ഇല്ല. പിന്നെ അവൾക്ക് എന്നോടുള്ളത് ഇന്നലെ വന്ന് എനിക്ക് അവളേക്കാൾ കിട്ടുന്ന സ്ഥാനമാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഒരു ഈഗോ ഒഴിച്ച ആളും ഒക്കെയാണ്. എന്നാലും അവൾക്ക് ഒത്തിരി അഹങ്കാരം കൂടുതലല്ലേ? ഇത്തിരിയുണ്ട്, അത് തീർക്കാൻ അവസരം കിട്ടും. പിന്നെ വേറൊരു കാര്യമുണ്ട് റിച്ചുക്ക, അവൾ എന്നെ തല്ലിയത് നമ്മുടെ ഫോട്ടോസൊന്നും കണ്ടിട്ടല്ല, ഞാൻ മേഫിയെ കെട്ടിപ്പിടിച്ചതിനാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നുന്നു. അയ്യോ, അങ്ങനെയാണെങ്കിൽ അതിന് പെട്ടെന്നൊരു തീരുമാനം വേണം, അല്ലെങ്കിൽ എൻ്റെ ഇൻഷ പെട്ടുപോകും. അല്ലെങ്കിലും ഇപ്പം എല്ലാ പൂതങ്ങളുടെയും കണ്ണ് എൻ്റെ ചങ്കിൻ്റെ മേലെയാണ്. ആ ആപത്തുകളിൽ നിന്ന് അവനെ കാത്തോളണേ പഠിച്ചോനെ. കോളിംഗ് ബെല്ല് കേട്ടാണ് റോഹു പോയി ഡോറ് തുറന്നത്. അവിടെ ഫയല് നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഷെറീനയെ കണ്ടതും അവൻ ഞെട്ടി. തീരെ പ്രതീക്ഷിക്കാതെ അവനെയും അവിടെ കണ്ട അവളും അന്തം വിട്ട് അവനെ നോക്കി. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം റോഹു അവളെ അകത്തേക്ക് ക്ഷണിച്ചു. റോഹൻ, ഇത് തന്നെയല്ലേ റോഷൻ സാറിൻ്റെ വീട്? എനിക്ക് ഇൻഷ മാഡം തന്ന ലൊക്കേഷൻ ഉപയോഗിച്ച് വന്നതാണ്. അവനെ അവിടെ കണ്ട ഞെട്ടലിൽ സംശയ നിവാരണത്തിനെന്ന പോലെ അവൾ ചോദിച്ചു. വഴിയൊന്നും തെറ്റിയിട്ടില്ല, ഇത് തന്നെയാണ് വീട്. മാഡം ഇരിക്കെ, അവൻ കിടക്കുകയാവും, ഞാൻ വിളിക്കാം. അവനോ? ഓഫീസിൽ സാറേ എന്ന് വിളിച്ച് പച്ചപുച്ച അടക്കി നിൽക്കുന്ന അവനെ ഓർമ്മ വന്നതും അവൾ അന്തം വിട്ട് അവനെ നോക്കി. അത് മനസ്സിലായതുപോലെ റോഹു അവളെ നോക്കി ഒരു ചിരി പാസ്സാക്കി. ഉമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ, ഒരു ഗസ്റ്റ് ഉണ്ട്. റോഹു അടുക്കളയിൽ നോക്കി വിളിച്ചു പറഞ്ഞതും കുറച്ചു കഴിഞ്ഞതും നിറഞ്ഞ ചിരിയോടെ കയ്യിൽ ജ്യൂസ് ഗ്ലാസുമായി വന്ന ഉമ്മയെ കണ്ടതും ഷെറീൻ എഴുന്നേറ്റു. ഇരുന്ന മോളെ, എന്നിട്ടിത് കുടിക്കുക. കയ്യിലുള്ള ജ്യൂസ് ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി അവർ പറഞ്ഞു. ഉമ്മ, ഇതാണ് ഞങ്ങളുടെ ഹെഡ് ഷെറീന മാഡം, ഫയല് സൈൻ ചെയ്യാൻ വന്നതാ. മോള് റിച്ചുവിനെ കാണാൻ വന്നതാണോ? അവൻ മുകളിലുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. എനിക്ക് എവിടെയാണെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. എന്നാ മാഡം വാ, ഞാൻ കാണിച്ചു തരാം. അവനൊപ്പം സ്റ്റെപ്പ് കയറുമ്പോഴാണ് ഷെറീനയോട് അവൻ ചോദിച്ചത്. മാഡം എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? സത്യം പറഞ്ഞാലില്ല. റോഷൻ സാറിൻ്റെ അനിയനാണ്. ഒരു നിമിഷം ഷെറീന ഞെട്ടിപ്പോയി. MDയുടെ അനിയനാണല്ലോ ഞാൻ നിർത്തിപ്പൊരിച്ചിട്ടുള്ളതെന്ന് ഓർത്തപ്പോൾ അവളുടെ മുഖത്തൊരളിഞ്ഞ ചിരി വിരിഞ്ഞു. അത് മനസ്സിലാക്കിയതുപോലെ റോഹുവും അതുപോലെ ഒരു ചിരി തിരിച്ചു കൊടുത്തു. സോറി ട്ടോ റോഹൻ, എനിക്കറിയില്ലായിരുന്നു സാറിൻ്റെ ബ്രദറാണെന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ എന്ത്? ഇനിയല്ലേ ഒറിജിനൽ പൂരം? എന്ത് പൂരം? എനിക്ക് മനസ്സിലായില്ല റോഹൻ. ഒന്നുമില്ല, മാഡം വരും. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണോ? മാഡം ഓഫീസ് റൂമിൽ വെയിറ്റ് ചെയ്യുമോ? ഞാൻ അവനെ വിളിച്ചിട്ട് വരാം. കുഴപ്പമില്ല റോഹൻ, എനിക്ക് സാറിൻ്റെ ഒരു സൈൻ കിട്ടിയാൽ പോകാമായിരുന്നു. ഇനി ഓഫീസ് റൂമിലൊന്നും പോകണ്ട. സാറിന് വിരോധമില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ സൈൻ വാങ്ങിക്കോളാം. ഉദ്ദേശിച്ചത് നടന്ന സന്തോഷത്തിലാണ് റോഹു. അവളെയും കൊണ്ടുചെന്ന് റൂമിൻ്റെ വാതിലിൽ മുട്ടി. ഫോണിലേക്ക് മിഴികൾ താഴ്ത്തി വന്ന് ഡോർ ഓപ്പൺ ചെയ്ത റിച്ചുവിനെ ഒരു നിമിഷം ഷെറീനെ നോക്കി. ഒരു 3/4 അഡിഡാസിൻ്റെ ടീഷർട്ട് ഇട്ട് നിൽക്കുന്ന റിച്ചുവിനെ അവൾ കൗതുകത്തോടെ നോക്കി. ഇങ്ങനൊരു വേഷത്തിൽ അവനെ ആദ്യമായി കാണുകയായിരുന്നു. ഒഫീഷ്യൽ ഡ്രസ്സിൽ ഗൗരവത്തോടെയുള്ള അവനെ സ്ഥിരം കാണുന്ന അവൾക്ക് തികഞ്ഞ ശാന്തതയോടെ അലസമായി കിടക്കുന്ന മുടിയിഴകളെ താലോലിച്ച് നിൽക്കുന്ന അവനെ കണ്ടപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെ പോലെയാണ് അവൾക്ക് തോന്നിയത്. അപ്പോഴാണ് റിച്ചു മുഖമുയർത്തി ഫ്രണ്ടിൽ നിൽക്കുന്നവരെ നോക്കിയത്. പെട്ടെന്ന് മുന്നിൽ ഷെറീനയെ കണ്ട അവനെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
മുഖമടച്ചൊരു അടി കൊടുക്കാൻ കൈ തരിച്ചെങ്കിലും മെഹ്റൂനെ കൊടുത്ത് വാക്കോർത്ത് അവൻ സ്വയം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. സർ, ആൽഫ ഗ്രൂപ്പിൻ്റെ പ്രൊജക്റ്റ് ഫയലിന് സാറിൻ്റെ സൈൻ വേണം. അതിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അകത്തേക്ക് വാ. റോഹനും ഷെറിനെയും കൂടി അകത്തേക്ക് കയറിയതും അവളുടെ കണ്ണുകൾ ചെന്ന് പതിഞ്ഞത് റൂമിൻ്റെ സെൻറ്ററിലുള്ള കിങ് സൈസ് ബെഡിൽ ചെരിഞ്ഞു കിടക്കുന്ന പെൺകുട്ടിയിലാണ്. മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ മുഖം വ്യക്തമായിരുന്നില്ല. പെട്ടെന്ന് അവൾക്ക് ഓഫീസിലെ ചുമരിലുള്ള ചിത്രങ്ങൾ ഓർമ്മ വന്നു. അവൾ വെറുപ്പോടെ റിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. സ്വന്തം വീട്ടിൽ ഉമ്മയും അനിയനും ഉള്ള വീട്ടിൽ ഒരു പെൺകുട്ടിക്കൊപ്പം ബെഡ്റൂമിൽ അന്ന് വരെ റിച്ചുവിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാനവും മതിപ്പും ഒഴുകിപ്പോകുന്നത് അവൾ അറിഞ്ഞു. ഓഫീസ് റൂമിൽ ഇരിക്കാതെ ബെഡ്റൂമിലേക്ക് സൈൻ വാങ്ങാൻ വന്ന നിമിഷത്തെ അവൾ ശപിച്ചു. വേണ്ടിയിരുന്നില്ല, റോഹൻ പറഞ്ഞതാണ് ഓഫീസ് റൂമിൽ ഇരുന്നാൽ മതിയെന്ന്. ഇതുവരെ തെറ്റായ രീതിയിൽ ഒരു നോട്ടം പോലും അവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന ധൈര്യത്തിലാണ് ഇങ്ങോട്ട് വന്നത്. എന്നാൽ എന്തോ ഒരു അകാരണ ഭയം അവളെ വന്ന് മൂടുന്നത് പോലെ തോന്നി. അവളുടെ മനസ്സിൻ്റെ ചിന്തകൾക്കനുസരിച്ച് മുഖത്ത് തെളിയുന്ന ഭാവങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു റിച്ചു. അവളുടെ ഉള്ളിലോടുന്ന ചിന്തകൾ മനസ്സിലായതുപോലെ റിച്ചു റോഹുവിന് നേരെ കണ്ണുകൊണ്ടെന്തോ കാണിച്ചു. ഷെറീനയോട് അവിടെയുള്ള സെറ്റിയിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് റിച്ചു ബെഡിലേക്കിരുന്നു. ഫയൽ വായിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഷെറീനയുടെ കണ്ണ് ആ പെൺകുട്ടിയുടെ മേലെയായിരുന്നു. അവളുടെ സംശയ നിവാരണത്തിനെന്ന പോലെ റിച്ചു മെഹ്റൂവിനെ കുലുക്കി വിളിച്ചു. കണ്ണു തുറക്കാതെ എഴുന്നേറ്റിരുന്ന് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നുറങ്ങാൻ തുടങ്ങി. അവളിൽ നിന്നും പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ടാവാം റിച്ചുവും ഞെട്ടി ഷെറീനയെ നോക്കി. അവളും അവിടെ തീരെ പ്രതീക്ഷിക്കാതെ മെഹ്റൂനെ കണ്ട ഞെട്ടല്ലായിരുന്നു. അപ്പോഴാണ് ഷെറീനയുടെ കണ്ണുകൾ ടേബിളിൽ ഇരുന്ന കപ്പിൾ ഫോട്ടോയിലേക്ക് നീണ്ടത്. റിച്ചുവിൻ്റെ നെഞ്ചിലേക്ക് ചാരി അവൻ്റെ മുഖത്തേക്ക് തല ചരിച്ച് പിടിച്ച് അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന മെഹ്റൂവിൻ്റെ ഫോട്ടോ കണ്ടതും അവളുടെ കണ്ണുകൾ റൂമിൻ്റെ ചുമരുകളിലാകെ ഓടി നടന്നു. അവിടെ മുഴുവൻ റിച്ചുവും മെഹ്റൂവുമായുള്ള വിവിധ തരം ഫോട്ടോസായിരുന്നു. അവരുടെ മാരേജ് ഫോട്ടോയും മറ്റും കണ്ട് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കിയ ഷെറീനയുടെ ഹൃദയം വിങ്ങുന്നത് പോലെ തോന്നി അവൾക്ക്. അവൾ പോലും അറിയാതെ അവളുടെ കണ്ണുകൾ നീറിപ്പുകഞ്ഞതും കുറ്റബോധത്താൽ അവൾ മിഴികൾ ഉയർത്തി അവരെ നോക്കി. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഒരു കൈയാൽ മെഹ്റൂവിനെ ചേർത്ത് പിടിച്ച് മറ്റേ കൈയാൽ സൈൻ നൽകി അവൻ ഫയൽ ഷെറീനയെ തിരികെ ഏൽപ്പിച്ചു.